ഹലോ എവരിവൺ, വെൽക്കം ടു ടെല്ല PSC. പ്രിസൺ ഓഫീസറിലെ സൈക്കോളജി ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആപ്പിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ. സോ ഇതുവരെ പ്രിസൺ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ സിലബസിൽ സൈക്കോളജി ആഡ് ചെയ്തത് ഈ അടുത്ത കാലത്താണ്. അതിനുശേഷം ഒരു 5 or 6 എക്സാം ആണ് നടന്നിട്ടുള്ളത്. അവിടെയെല്ലാം 5 ചോദ്യങ്ങൾ വീതം സൈക്കോളജിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ പഠന രീതികൾ ശരിയാണോ, ഏത് രീതിയിൽ നമ്മൾ ഇനി ഒന്നുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ നമുക്ക് മനസ്സിലാകും. സോ ടെല്ല PSC പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം ഈ PYQs ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു. ആ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ആൻസർ കണ്ടെത്താൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന 2025 നടന്നിട്ടുള്ള ഒരു പ്രിസൺ ഓഫീസറിലെ ചോദ്യം ഇതാണ്. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിന്റെ ഘടനാപര മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്താണ്? അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു തിയറി ഉണ്ട്, മനോവിശ്ലേഷണ സിദ്ധാന്തം എന്നുള്ളതാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആ ഒരു തിയറി വരുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിക്കകത്ത് അദ്ദേഹം വ്യക്തിത്വ ഘടനകളായിട്ട് 3 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഏത് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, ഇത് 3ഉമാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പരിചയപ്പെടുത്തുന്ന വ്യക്തിത്വ ഘടകങ്ങൾ. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. നമ്മൾ IES എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, IES. അപ്പൊ ഓപ്ഷൻ ഇവിടെ നോക്കുമ്പോൾ ഇത്, സൂപ്പർ ഈഗോ, ലിബിഡോ നമ്മൾ അവിടെ അല്ല പറഞ്ഞത്. ഇത്, ഈഗോ, അഡൽട്ട് ഈഗോ എന്ന് പറയുന്ന സാധനം നമ്മൾ പറഞ്ഞിട്ടില്ല, സൂപ്പർ ഈഗോ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലിയർ? അപ്പൊ കറക്റ്റ് അതേ ഓർഡറിൽ തന്നെ നോക്കണം, ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. ഓക്കെ, ഇവിടെ ഐഡിയൽ ഇത് എന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാധനമേ നമ്മൾ പഠിച്ചിട്ടില്ല, ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാവുന്ന ആരോഗ്യകരമായ മനോസാന്ത്വന രീതി ഏത്? ഇപ്പൊ ഒരാൾക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ സ്ട്രെസ് റിലീഫ്, ആ സ്ട്രെസ്സിൽ നിന്നും ഉണ്ടാകുന്ന സാന്ത്വനം അഥവാ സ്ട്രെസ് റിലീഫിന് നമുക്ക് പല രീതികൾ കൈക്കൊള്ളാം. എന്നാൽ അതിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള രീതി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഹെൽത്തി ആയിട്ടുള്ള രീതി ഏത്? സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ഉടനടി ഉറങ്ങുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടായാൽ പോയി കിടന്ന് ഉറങ്ങുക, ചിലപ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടും. പക്ഷെ അതെന്തല്ല, ഹെൽത്തി ആയിട്ടുള്ള രീതിയല്ല. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളതാണ് വേണ്ടത്, അതല്ല. സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ദേഷ്യം പ്രകടിപ്പിക്കുന്നത്, അത് ഹെൽത്തി അല്ല, അൺഹെൽത്തി ആണ് അല്ലെ, വിപരീത ഫലമായിരിക്കും അവിടെ ഉണ്ടാവുക. ദെൻ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് എക്സസൈസ് എന്നാണ്. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക ഒരു അനുഗുണമായ രീതിയാണോ എന്ന് ചോദിച്ചാൽ ആണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ദെൻ ഓപ്ഷൻ ഡിയില് സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ലഹരി ഉപയോഗിക്കുന്നത് ചില ആളുകൾ ചെയ്യാറുണ്ട്, ലഹരി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതൊന്നും ഹെൽത്തി അല്ല, പൂർണ്ണമായിട്ടും അൺഹെൽത്തി ആണ്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, അബ്രഹാം മാസ്ലോവിന്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ്, എബ്രഹാം മാസ്ലോ പരിചയപ്പെടുത്തിയ ശ്രേണിയാണ് ആവശ്യകതകളുടെ ശ്രേണി, ഹെറാർക്കി ഓഫ് നീഡ്. ആവശ്യകതയുടെ ശ്രേണി അദ്ദേഹം പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഒരു പിരമിഡ് ഷേപ്പിലൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. അതിന്റെ ഏറ്റവും ടോപ്പിൽ വരുന്നത് ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. പല എക്സാംസിനും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു സാധനമാണ്. ഏറ്റവും ടോപ്പിൽ വരുന്നത് ആത്മസാക്ഷാത്കാരമാണ് കേട്ടോ, ആത്മസാക്ഷാത്കാരമാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്. ദെൻ ഇവിടെ ഏറ്റവും ബേസിൽ വരുന്നത് സുരക്ഷാ ആവശ്യങ്ങളാണ്, സെക്യൂരിറ്റി നീഡ് അഥവാ സുരക്ഷാ ആവശ്യങ്ങളല്ല, ശാരീരിക ആവശ്യങ്ങളാണോ, സെക്യൂരിറ്റി നീഡ് അല്ല, ശാരീരിക ആവശ്യങ്ങളാണ് അഥവാ ഫിസിക്കൽ നീഡ്സ് ആണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്, ഇവിടെ വരുന്നത് കേട്ടോ. ശാരീരിക ആവശ്യങ്ങളാണ് ഏറ്റവും താഴെ. ഏറ്റവും മുകളില് ആത്മസാക്ഷാത്കാരം. ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട എല്ലാ ആവശ്യങ്ങളും പൂർത്തിയായി കഴിയുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന പൊസിഷനാണ് ആത്മസാക്ഷാത്കാരം. ഇനി എബ്രഹാം മാസ്ലോയാണ്
അഭിപ്രേരണയുടെ സിദ്ധാന്തം, തിയറി ഓഫ് മോട്ടിവേഷൻ മുന്നോട്ട് വെച്ചതും എബ്രഹാം മാസ്ലോ ആണ്. തിയറി ഓഫ് മോട്ടിവേഷൻ, മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പ്രചോദനം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. പക്ഷെ അത് സൈക്കോളജിയിൽ പറയുന്ന സമയത്ത് മലയാളം അഭിപ്രേരണ എന്നാണ്. അപ്പൊ അഭിപ്രേരണ സിദ്ധാന്തം എബ്രഹാം മാസ്ലോയുടെയാണ്. അദ്ദേഹം ഒരു മാനവികതാവാദത്തിന്റെ പ്രയുക്താവാണ്. മാനവികതാവാദം, മനുഷ്യന്റെ നേട്ടത്തെ കുറിച്ച് പഠനം നടത്തുന്ന ആളുകളാണ് മാനവികതാവാദത്തിന്റെ ആളുകൾ. അദ്ദേഹം ഒരു മാനവികതാവാദിയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ, ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം. അപ്പൊ ഉത്കണ്ഠയും ഭയവും രണ്ടും രണ്ടാണ്. ഒരു കാര്യം നമ്മുടെ മുന്നിൽ സംഭവിച്ചു, അത് കാരണമായിട്ട് നമുക്ക് ഉണ്ടാകുന്നത് പേടിയാണ്. ഇപ്പൊ നമ്മുടെ മുന്നിലേക്ക് ഒരു പാമ്പ് വന്ന് വീഴുന്നു, പാമ്പ് നമ്മുടെ മുന്നിലുണ്ട്, അപ്പൊ നമുക്ക് തോന്നുന്നത് പേടിയാണ്. അപ്പൊ പേടിക്ക് ഒരു കാരണം നമ്മുടെ മുന്നിൽ ഉണ്ടാകണം. ഉത്കണ്ഠ എന്ന് പറയുമ്പോൾ ഒരു കാരണം നമ്മുടെ മുന്നിൽ ഉണ്ടാവില്ല, പക്ഷേ ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ചുള്ള ആകുലതയാണ്, അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഭയവും ഉത്കണ്ഠയും ഒന്നാണ് എന്ന് പറയുമ്പോൾ സമ്മതിക്കാമോ? സമ്മതിക്കാൻ പറ്റില്ല. അപ്പൊ ഒന്ന് തെറ്റാണ്. ഒന്നുള്ള ഓപ്ഷൻസ് വെട്ടാം, നമുക്ക് എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാം. ഒന്നുള്ള ഓപ്ഷൻസ് വെട്ടിയാൽ തന്നെ നമുക്ക് ഉത്തരമായിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ. എത്ര സിമ്പിൾ ആയിരുന്നു അല്ലെ? പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നത് ഭയമാണോ? അതെ, ഭയമാണ്. കാരണം പുലി നമ്മുടെ മുന്നിൽ ഉണ്ടാകും, കാരണം നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ അത് ഭയമാണ്. ഭാവിയിൽ സംഭവിക്കാവുന്നതായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയാണ് ഉത്കണ്ഠ. ശരിയല്ലേ? ഇപ്പോൾ ഒരെണ്ണം ഇല്ല, പക്ഷെ ഭാവിയിൽ ഉണ്ടാകാം എന്നതിനെ കുറിച്ചുള്ള ആശങ്ക ഭയമല്ല, അത് ഉത്കണ്ഠയാണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹൊവാർഡ് ഗാർഡനറിന്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഹൊവാർഡ് ഗാർഡനർ ആണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അഥവാ ബഹുമുഖ ബുദ്ധിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയിൽ 9 തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ബുദ്ധി ഉണ്ടാകും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബുദ്ധികൾക്ക് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അതിൽപ്പെട്ട ഒരെണ്ണമാണ് ആന്തരിക വൈയക്തിക ബുദ്ധി. അപ്പൊ ഒരു വ്യക്തിയുമായി അവന്റെ വ്യക്തിപര ജീവിതവും സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം പറയുന്ന 2 തരം ബുദ്ധികളുണ്ട്. ഒന്ന് ആന്തരിക വൈയക്തിക ബുദ്ധിയും മറ്റൊന്ന് വ്യക്തിയാന്തര ബുദ്ധിയും. ഇത് രണ്ടുമാണ് സ്ഥിരം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സാധനം. ഇപ്പൊ ഇവിടെ നോക്കൂ, ആന്തരികം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആന്തരികം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്നുള്ളതാണ്. അപ്പൊ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള കഴിവുകൾ, കഴിവുകേടുകൾ, അപ്പൊ ഒരു വ്യക്തി അവന്റെ സ്വന്തം കഴിവും കഴിവുകേടും ഒക്കെ തിരിച്ചറിയുന്ന ബുദ്ധിയാണ് ആന്തരിക വൈയക്തിക ബുദ്ധി. ഇനി വ്യക്തിയാന്തര ബുദ്ധിയുണ്ട്. അതൊരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായിട്ട് ഇടപെടുന്ന സമയത്ത് സമൂഹമായിട്ട് നല്ലതുപോലെ ഇടപെടാനുള്ള കഴിവാണ് വ്യക്തിയാന്തര ബുദ്ധി. അപ്പൊ ആന്തരികം എന്ന് പറഞ്ഞാൽ ഉള്ളിലെ കഴിവ്, കഴിവുകേടുകളൊക്കെ. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. സംഗീതം ആസ്വദിക്കുന്നതിനുള്ള കഴിവ് ടോപ്പിക്കിൽ തന്നെയുണ്ട്. സംഗീതം എന്ന് പറയുമ്പോൾ സംഗീതപരമായ ബുദ്ധിയാണ്. ഇതല്ല. ദെൻ ഗണിതശാസ്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കഴിവ്, ഇവിടെ ഗണിതം എന്ന് പറയുന്നുണ്ട്. അപ്പൊ യുക്തിപരവും ഗണിതപരവുമായിട്ടുള്ള ബുദ്ധിയാണത്. നമ്മുടെ ചോദ്യം അതല്ല. ദെൻ സംഘത്തിലെ മറ്റുള്ളവരുടെ മനോവ്യാപാരങ്ങൾ തിരിച്ചറിഞ്ഞ് ഉചിതമായി പെരുമാറുന്നതിനുള്ള കഴിവ്. അപ്പൊ ഇവിടെ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ആന്തരിക വൈയക്തിക ബുദ്ധിയല്ല, വ്യക്തിയാന്തര ബുദ്ധിയാണ്. അത് വ്യക്തിയാന്തര ബുദ്ധിയാണ് കേട്ടോ, വ്യക്തിയാന്തര ബുദ്ധിയാണ്. ഇത് രണ്ടും കൺഫ്യൂഷൻ ആകുന്നുണ്ടോ എന്നുള്ളതാണ് PSCയും ചെക്ക് ചെയ്യുന്നത്. ദെൻ സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും, അപ്പൊ സ്വന്തം കാര്യം, അപ്പൊ ആന്തരികം. സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുന്നതിനുമുള്ള കഴിവ് ആന്തരിക വൈയക്തിക ബുദ്ധി തന്നെയാണ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സോ ഇതെല്ലാം ഞാൻ പറഞ്ഞു 2025 ചോദ്യങ്ങളാണ്. കാറ്റഗറി 57 2025 നടന്നിട്ടുള്ള പ്രിസൺ ഓഫീസറിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. ദെൻ അടുത്ത ഒരു എക്സാമിലേക്ക് വരാം. ഇതും പ്രിസൺ ഓഫീസറിന്റെ മാത്രം PYക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് മറ്റൊരു പരീക്ഷയിലെ ചോദ്യങ്ങളാണ്. മനോവിശ്ലേഷണം എന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ മനോവിശ്ലേഷണ സിദ്ധാന്തം സിഗ്മണ്ട് ഫ്രോയിഡുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾക്കറിയാം. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെതാണ് മനോവിശ്ലേഷണ സിദ്ധാന്തം. അതിന്റെ ഉള്ളിലാണ് നമ്മൾ നേരത്തെ കണ്ട ഇത്, ഈഗോ, സൂപ്പർ ഈഗോ ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. അതുപോലെ മനുഷ്യന്റെ ബോധതലം, അബോധം, ഉപബോധം,
ബോധം ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുള്ളതും ഈ ഒരു തിയറിയിലാണ്. ദെൻ 5 മനോലൈംഗിക വികാസ തത്വങ്ങൾ പറഞ്ഞിട്ടുള്ളതും ഈ ഒരു തിയറിക്കുള്ളിലാണ്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ പാവ്ലോവും സ്കിന്നറും തന്നിട്ടുണ്ട്. പാവ്ലോവും സ്കിന്നറും ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബിഹേവിയറിസം അഥവാ വ്യവഹാരവാദവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. ഒരു മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ച് പഠിക്കുന്നതാണ് വ്യവഹാരവാദം. വ്യവഹാരവാദവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് പാവ്ലോവും സ്കിന്നറും. ക്ലിയർ? ടോൾമാനെ കുറിച്ച് നമ്മൾ അങ്ങനെ അധികം അറിയേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദൈനംദിന സാഹചര്യങ്ങളെ കുറിച്ചുള്ള തീവ്രവും അമിതവുമായ ആശങ്കയും ഭയവും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതവസ്ഥയുടെ ലക്ഷണമാണ്? അപ്പൊ നമുക്ക് ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇനി അതെന്താകും എന്നുള്ളൊരു പേടി. അപ്പോൾ അത് ഭാവിയെ കുറിച്ചുള്ള പേടിയാണ് അല്ലെ. എല്ലാ ദിവസവും ആ ഒരു ടെൻഷൻ ഉണ്ട്. അപ്പൊ എല്ലാ ദിവസവും ഇന്നത്തെ കാര്യം എന്താവും, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താവും എന്നതിനെ കുറിച്ചുള്ള പേടിയെ നമ്മൾ ഉത്കണ്ഠ എന്നാ പറയുക. ഉത്കണ്ഠ. ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഏക ടോപ്പിക്സ് ഉത്കണ്ഠയാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. സോ ഉത്കണ്ഠയാണ്. അപ്പൊ ആ ഒരു നിർവചനം കൂടി പഠിച്ചു വെക്കുക. ദൈനംദിന സാഹചര്യങ്ങളെ കുറിച്ചുള്ള തീവ്രവും അമിതവുമായ ആശങ്ക. അപ്പൊ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ആശങ്കയും ഭയവും നമ്മൾ ഉത്കണ്ഠ എന്ന് പറയും. ക്ലിയർ? ദെൻ അടുത്ത ചോദ്യം. അപ്പൊ ഈ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ 89/2025 നടന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൽ നിന്നുള്ള ചോദ്യമാണ്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഡ്രൈവറിൽ നിന്നുള്ള ചോദ്യമാണ്. നമ്മൾ നേരത്തെ കണ്ട 2ഉം ഈ 3ഉം, ഈ മൊത്തം 5 ചോദ്യങ്ങൾ. ക്ലിയർ? ദെൻ അടുത്ത ചോദ്യം, ബഹുമുഖ സിദ്ധാന്തം അഥവാ ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട ബഹുമുഖ സിദ്ധാന്തം, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്ന് ഇംഗ്ലീഷിൽ പറയും. ആരാണ് അവതരിപ്പിച്ചത്? നമ്മൾ നേരത്തെ കണ്ട് ഹൊവാർഡ് ഗാർഡനർ ആണ് അല്ലെ. ഹൊവാർഡ് ഗാർഡനർ കിടപ്പുണ്ട്, ഗാർഡനർ. ക്ലിയർ? അപ്പൊ നമുക്ക് ബഹുവർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങൾ ഗാർഡനിലാണ് ഉണ്ടാകുന്നത്. ബഹുവർണ്ണം എന്ന് പറഞ്ഞാൽ പല വർണ്ണം അല്ലെ. അതേപോലെ ബഹുമുഖ ബുദ്ധി ഗാർഡൻ, രണ്ടിലും ഗാർഡൻ ഉണ്ട് അല്ലെ. ഗാർഡനർ, ബഹുമുഖ ബുദ്ധി ഗാർഡനർ. ബഹുവർണ്ണത്തിലുള്ള പൂക്കളുള്ളത് പൂന്തോട്ടത്തിൽ, ഗാർഡനിൽ. അപ്പൊ ബഹുമുഖ ബുദ്ധി ഗാർഡനർ, ആ രീതിയിൽ ലിങ്ക് ചെയ്ത് വെക്കുക. ക്ലിയർ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ആക്രമണോത്സുകത നിരീക്ഷണം വഴി പഠിക്കുന്നു എന്ന പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച മനഃശാസ്ത്ര സൈദ്ധാന്തികൻ. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. നിരീക്ഷണം വഴിയാണ് ഒരു കുട്ടിയിൽ ആക്രമണ വാസനയൊക്കെ ഉണ്ടായത് എന്ന് പറയുന്നത് ആൽബർട്ട് ബന്ദൂരയാണ്. ആൽബർട്ട് ബന്ദൂരയാണ് അല്ലെ. ബന്ധുക്കളാണ് സമൂഹത്തിൽ നമ്മളെ നിരീക്ഷിക്കുന്നത് എന്ന് ഓർത്തിരുന്നാൽ മതി. ബന്ധുക്കളാണ് സമൂഹത്തിൽ നമ്മളെ നിരീക്ഷിക്കുന്നത്. അപ്പൊ ബന്ദൂര, സാമൂഹിക പഠനം, നിരീക്ഷണ പഠനം ഒക്കെ അദ്ദേഹത്തിൻ്റെതാണ്. സാമൂഹിക പഠനം, നിരീക്ഷണ പഠനം ഒക്കെ സെയിം ആണ്. അപ്പൊ ബന്ധുക്കളാണ് സമൂഹത്തിൽ നിരീക്ഷിക്കുന്നത്. അപ്പൊ ബന്ദൂരയാണ് സാമൂഹിക പഠനവും നിരീക്ഷണ പഠനവും മുന്നോട്ട് വെച്ചത്. നിരീക്ഷണ പഠനത്തിൽ പറയുന്നത് ചുറ്റുമുള്ള കാര്യങ്ങൾ ഒരു കുട്ടി നിരീക്ഷിക്കുന്നു, അതിലൂടെ അവൻ കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പൊ ചുറ്റുപാടും ആക്രമണങ്ങളാണ് അവൻ കാണുന്നത് എങ്കിൽ അവൻ എന്ത് പഠിക്കും? ആക്രമണം അല്ലെങ്കിൽ ആക്രമണോത്സുകത അവനിൽ വർദ്ധിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറിയാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണ പഠനം. ക്ലിയർ? ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആന്തരിക അഭിപ്രേരണയിൽ പെട്ടത് ഏത്? അപ്പൊ അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ 2 തരത്തിലുണ്ട്. ആന്തരികവുമുണ്ട്, ബാഹ്യവുമുണ്ട്. ആന്തരിക അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ചെയ്യാനുള്ള ഊർജം നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നു. നമ്മൾ അതില് മറ്റൊരു തരത്തിലുള്ള പ്രശംസയോ പ്രതിഫലമോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ആന്തരിക അഭിപ്രേരണയിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ഞാൻ ചെയ്യുന്നത് എനിക്കത് ചെയ്യാൻ ഇഷ്ടമാണ്, അത് ചെയ്യുമ്പോൾ എനിക്കൊരു സംതൃപ്തി കിട്ടുന്നു. അപ്പൊ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ സംതൃപ്തി കിട്ടുന്നത് കൊണ്ടും ആ പ്രവൃത്തി ചെയ്യുന്നതിൽ സന്തോഷം കണ്ടുകൊണ്ടും ഒരാൾ ചെയ്യുമ്പോൾ അത് ആന്തരിക അഭിപ്രേരണയാണ്. ഇനി ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഞാൻ അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പണം കിട്ടും, അല്ലെങ്കിൽ ആളുകൾ എന്നെ പ്രശംസിക്കും, അല്ലെങ്കിൽ എനിക്ക് സ്ഥാനക്കയറ്റം കിട്ടും. അപ്പൊ അംഗീകാരം, സ്ഥാനക്കയറ്റം, പ്രശംസ എന്നിവ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരാള് ഒരു പ്രവൃത്തി ചെയ്യുന്നത് എങ്കിൽ ആ അഭിപ്രേരണയെ ബാഹ്യ അഭിപ്രേരണ എന്നാ പറയുക. അപ്പൊ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ആന്തരിക അഭിപ്രേരണയാണ്. അപ്പൊ സ്ഥാനക്കയറ്റം ലഭിക്കുന്നത് വരോ? ഇല്ല, അതൊക്കെ ബാഹ്യമാണ്. പ്രശംസയും ബാഹ്യമാണ്, സമ്മാനം കിട്ടുന്നതും ബാഹ്യമാണ്. ആത്മസംതൃപ്തി, നമ്മുടെ ഒരു സന്തോഷത്തിന് അല്ലെങ്കിൽ ഒരു സംതൃപ്തിക്ക് ചെയ്യുമ്പോഴാണ് അവിടെ ആന്തരിക അഭിപ്രേരണ എന്ന് നമ്മൾ പറയുന്നത്. ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം ചെയ്യുന്നതിൽ നിന്ന് തന്നെ നമുക്ക് സന്തോഷവും സംതൃപ്തിയും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുക ആന്തരികം എന്നാണ്.
ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ദെൻ അടുത്തൊരു എക്സാമിലേക്ക് വരാം. ഇത് 22/2024 നടന്ന ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസണർ എന്ന എക്സാമിൽ നടന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ നമ്മൾ നേരത്തെ ചോദിച്ചതാണ്. അപ്പൊ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? റിപ്പീറ്റഡ് PYQ ആണ്. അപ്പൊ മനോവിശ്ലേഷണ സിദ്ധാന്തമായിട്ട് ബന്ധപ്പെട്ടത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പൊ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ് ഇവർ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നേരെ ഓപ്ഷൻ എ കയറി കറപ്പിക്കരുത്. ഇവിടെ 1 ആണ്. 1 എവിടെ ഉണ്ടെന്ന് നോക്കണം. ദാ ഇവിടെ കിടപ്പുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലിയർ? അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മാനസിക സമ്മർദ്ദത്തിന്റെ അന്തർമുഖമായ ലക്ഷണം. അപ്പൊ മാനസിക സമ്മർദ്ദം, ഒരാൾക്ക് മെന്റൽ പ്രഷർ ഉണ്ട് അഥവാ സ്ട്രെസ് ഉണ്ട്. മാനസിക സമ്മർദ്ദം എന്ന് പറയുമ്പോൾ സ്ട്രെസ് ആണ്. സ്ട്രെസ്സിന്റെ അന്തർമുഖമായ ലക്ഷണം, ഒരാളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ ഒരു ലക്ഷണം എന്താണ് എന്നാണ് ചോദിക്കുക. അപ്പൊ മാനസിക സമ്മർദ്ദമുള്ള ഒരാളിൽ കാണുന്ന ലക്ഷണം, ഇതൊക്കെ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ കിട്ടും. മാനസികമായിട്ടുള്ള ആശ്വാസം അയാൾക്ക് ഉണ്ടാവോ? ഇല്ല, സമാധാനം പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് പോയി. ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, അതെ, മാനസിക സമ്മർദ്ദമുള്ള ഒരാൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും. അത് ശരിയാണ് അല്ലെ? ശരിയാണ്. ഏകാഗ്രത കുറയുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. 2 ആണ്. 2 എവിടെ ഉണ്ടെന്ന് നോക്കണം. ബി കയറി കറപ്പിക്കരുത്. 2 ഓപ്ഷൻ ഡിയിലാണ് കിടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ കുറച്ച് കോമൺ സെൻസ് കൊടുത്താൽ. മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ, നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏകാഗ്രത കിട്ടില്ല, കാര്യങ്ങളിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല, മനസ്സിന് ഒരു സമാധാനവും ഉണ്ടാകില്ല. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഉത്കണ്ഠയുടെ ശാരീരികമായ ലക്ഷണം. അപ്പൊ ഉത്കണ്ഠയുമായിട്ട് ബന്ധപ്പെട്ട ശാരീരിക ലക്ഷണം ഏതൊക്കെ എന്നുള്ളതാണ് ചോദ്യം. അപ്പോ താഴെ തന്നിരിക്കുന്നതിൽ ഒരെണ്ണം മാത്രമേ ചോദിക്കുന്നുള്ളൂ കേട്ടോ. താഴ്ന്ന രക്തസമ്മർദ്ദം, ഒരാൾക്ക് ഉത്കണ്ഠ ഉണ്ടായി കഴിഞ്ഞാൽ രക്തസമ്മർദ്ദം താഴുകയല്ല, കൂടുന്നു അല്ലെ? കൂടുകയാണ് ചെയ്യുക. അപ്പൊ കൂടിയ രക്തസമ്മർദ്ദം എന്ന് പറയുമെങ്കിൽ ശരിയായിരുന്നു. ഇത് തെറ്റാണ്. അസ്പഷ്ടമായ സംസാരം, ഉത്കണ്ഠയും സംസാരവുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല, അങ്ങനെ ബന്ധിപ്പിക്കാറില്ല കേട്ടോ. സംസാരമായിട്ട് അങ്ങനെ നമ്മൾ ബന്ധിപ്പിക്കാറില്ല. മാത്രമല്ല നമുക്ക് ശാരീരികം എന്നാ ചോദിച്ചുള്ളൂ. അസ്പഷ്ടമായ സംസാരം എന്തല്ല? ശാരീരികമായ ലക്ഷണമല്ല അല്ലെ? മന്ദഗതിയിലുള്ള ശ്വസനം, ഇവിടെ ശ്വസനം സ്പീഡിലാകും എന്നാ പറഞ്ഞത്. ഒന്നെങ്കിൽ സ്പീഡിലാകും അല്ലെങ്കിൽ കുറയും എന്നാണ് നമ്മൾ പറയാറ്. അപ്പൊ മന്ദഗതിയിലുള്ളത് എന്ന് മാത്രം പറഞ്ഞാൽ തെറ്റാണ് അല്ലെ? വേഗത്തിലുള്ള ശ്വസനമാണ് സാധാരണ ഉണ്ടാവുക. വേഗത്തിലുള്ള ശ്വസനമാണ് ശരി. ഹൃദയമിടിപ്പ് കൂടുന്നു എന്ന് പറയുന്നതാണ് കറക്റ്റ്. വർദ്ധിച്ച ഹൃദയമിടിപ്പ് ഉണ്ടാകുന്നു. അപ്പൊ ഓപ്ഷൻ 4 ആണ്. അപ്പൊ ഓപ്ഷൻ എയിലാണ് 4 കിടക്കുന്നത്. നേരെ ഓപ്ഷൻ ഡി കൊണ്ട് കറപ്പിക്കരുത്. ഓപ്ഷൻ എയിലാണ് 4 കിടക്കുന്നത്. സോ അതാണ് ആൻസർ. കിട്ടിയോ? അപ്പൊ രക്തസമ്മർദ്ദം കൂടുന്നു. അസ്പഷ്ടമായ സംസാരം, അവിടെ സംസാരത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, സംസാരം എന്ന് പറയുമ്പോൾ അത് നമുക്ക് ശാരീരിക ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്നതാണ് നമ്മൾ ശാരീരിക ലക്ഷണമായിട്ട് കരുതപ്പെടുന്നത്. ശ്വസനം അധികം ആളുകൾക്ക് കൂടുകയാണ് ചെയ്യുന്നത്. മന്ദഗതിയിലുള്ള ശ്വസനം ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അത് അപൂർവമാണ്. വേഗത്തിലോ മന്ദഗതിയിലോ ഉള്ള ലക്ഷണമായിട്ടാണ് നമ്മൾ ഒന്നുകിൽ പറയേണ്ടത്, അല്ലെങ്കിൽ വേഗത്തിലുള്ള ശ്വസനം എന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ കറക്റ്റ് ആണ്. മന്ദഗതിയിലുള്ള ശ്വസനം എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പൊ ഒന്നെങ്കിൽ ഇവിടെ വേഗത്തിലോ മന്ദഗതിയിലോ ഉള്ള ശ്വസനം എന്ന് പറയണമായിരുന്നു, അല്ലെങ്കിൽ വേഗത്തിലുള്ള ശ്വസനം, ജനറലി ശ്വസനം വേഗത്തിലാവുകയാണ് ചെയ്യുന്നത്, അതും കറക്റ്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ മന്ദഗതിയിൽ എന്നാണ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. സോ അത് തെറ്റി. വർദ്ധിച്ച ഹൃദയമിടിപ്പ് ശരിയാണ് കേട്ടോ. ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നു ഉത്കണ്ഠ ഉണ്ടായാൽ. ക്ലിയർ? സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ഹൊവാർഡ് ഗാർഡനർ ആണ്. ഹൊവാർഡ് ഗാർഡനർ ആ കിടപ്പുണ്ട്. ഓപ്ഷൻ 3 ആണ്. അപ്പൊ 3 എവിടെ കിടപ്പുണ്ട്? സിയിൽ തന്നെ കിടപ്പുണ്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. നമ്മൾ ഇവിടെ ഉള്ളത് മാത്രം നോക്കിയിട്ട് ABCD കറപ്പിക്കരുത്. ഈ 3 എവിടെ കിടക്കുന്നു എന്ന് കൃത്യമായിട്ട് നോക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തായിരിക്കും തരിക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെ കുറിച്ചുള്ള ശ്രേണി സിദ്ധാന്ത പ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം, അദ്ദേഹം ആവശ്യകതയുടെ ശ്രേണി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ഉയർന്നത് നമ്മൾ കഴിഞ്ഞ ചോദ്യ പേപ്പറിലും കണ്ടതാണ്. ഏറ്റവും ടോപ്പിൽ വരുന്നത് ആത്മസാക്ഷാത്കാരമാണ്. അപ്പൊ 3 എവിടെ കിടക്കുന്നു? ഓപ്ഷൻ ഡിയിൽ കിടപ്പുണ്ട് 3. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ അല്ലെ? ഇപ്പൊ ശാരീരിക ആവശ്യമാണ് ഏറ്റവും താഴെ വരുന്നത്. അതിന് മുകളില് സുരക്ഷ ആവശ്യം ഉണ്ടാകും. അതിന് മുകളില്
സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുള്ള ആവശ്യം ഉണ്ടാകും. ദെൻ നാലാമതായിട്ട് എന്തുണ്ടാകും? ആദരവിന് വേണ്ടിയുള്ള ആവശ്യം ഉണ്ടാകും അല്ലെ, ആദരവിന് വേണ്ടിയുള്ള ആവശ്യം ഉണ്ടാകും. ദെൻ ഏറ്റവും ടോപ്പിൽ അഞ്ചാമതായിട്ടാണ് ആത്മസാക്ഷാത്കാരം എന്ന ആവശ്യം. ഇതാണ് ഓർഡർ. ഏറ്റവും താഴെ ശാരീരിക ആവശ്യം, അതിന്റെ മുകളിൽ സുരക്ഷ ആവശ്യം, അതിനു മുകളിൽ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുള്ള ആവശ്യം, അതിനു മുകളിൽ ആദരിക്കാനും ആദരിക്കപ്പെടാനുള്ള ആവശ്യം, ഏറ്റവും ടോപ്പില് ആത്മസാക്ഷാത്കാരം. ക്ലിയർ? സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ. ദെൻ അടുത്തത് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ 215/2023 നടന്നിട്ടുള്ള ഒരു ചോദ്യ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ബുദ്ധിശക്തിയുടെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്ത പ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ ഏത് തരം ബുദ്ധിയാണ് മുന്നിട്ട് നിൽക്കുന്നത്? അപ്പൊ നൃത്തം ചെയ്യണമെങ്കിൽ ശരീരം നന്നായിട്ട് ചലിപ്പിക്കണം അല്ലെ, ശരീരം നന്നായിട്ട് ചലിപ്പിക്കുന്ന ആളുകൾക്കാണ് നന്നായിട്ട് നൃത്തം ചെയ്യാൻ പറ്റുന്നത്. സോ ശാരീരിക ചലനപര ബുദ്ധിയാണ്. അപ്പൊ നൃത്തവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബുദ്ധി ശാരീരിക ചലനപര ബുദ്ധിയാണ്. ഓക്കെ അല്ലേ? ദെൻ വ്യക്തിയാന്തര ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരുമായിട്ട് നന്നായിട്ട് ഇടപെടാനുള്ള ബുദ്ധിയാണ് വ്യക്തിയാന്തര ബുദ്ധി. അതുണ്ടാകുന്നത് പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കുമാണ് അല്ലെ, പൊളിറ്റീഷ്യൻസിനൊക്കെയാണ്. ദെൻ ഭാഷാപരമായ ബുദ്ധി ഉണ്ടാകുന്നത് ആർക്കാ? പ്രാസംഗികർക്കും സാഹിത്യകാരന്മാർക്കും ഒക്കെയാണ് അല്ലെ, സ്പീക്കേഴ്സിനാണ്. ദെൻ ദൃശ്യസ്ഥലപര ബുദ്ധി ഉണ്ടാകുന്നത് ആർക്കാ? അത് നമ്മൾ പറഞ്ഞു പെയിന്റേഴ്സിനൊക്കെയാണ് അല്ലെ, പെയിന്റേഴ്സിനൊക്കെയാണ്. നന്നായിട്ട് സ്ഥലങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരാൾക്ക് നല്ല രീതിയിൽ ചിത്രം വരയ്ക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ. ദെൻ മനോവിശ്ലേഷണ സിദ്ധാന്തം വികസിപ്പിച്ച വ്യക്തിയുടെ പേര് നോക്കിയോളൂ. എത്ര തവണ വന്നു ഈ സെയിം ചോദ്യം? ഇപ്പൊ നമ്മൾ എത്ര തവണ കണ്ടു അല്ലെ? മനോവിശ്ലേഷണ സിദ്ധാന്തം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സിഗ്മണ്ട് ഫ്രോയിഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ഓപ്ഷൻ എ ആണ്. ദെൻ അയൽക്കാരുമായി നിരന്തരമായി ഉണ്ടാകുന്ന സംഘർഷം ഏത് തരം മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ഇപ്പൊ ഒരാള് അയൽക്കാരുമായിട്ട് അയാൾക്ക് സ്ഥിരം പ്രശ്നമാണ്. അപ്പൊ അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പാരിസ്ഥിതികമാണോ, ശാരീരികമാണോ, സാമ്പത്തികമാണോ, സാമൂഹികമാണോ? അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ എയും ഡിയും സംശയം ഉണ്ടാകും അല്ലെ, ഓപ്ഷനിൽ എയും ഡിയും സംശയം ഉണ്ടാകും. അപ്പൊ നമുക്ക് എക്സാമിന് ഓപ്ഷൻ ഡി ആയിരുന്നു ഉത്തരമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെ, 98 ഓപ്ഷൻ ഡി അഥവാ സാമൂഹികമാണ് കേട്ടോ, സാമൂഹികം. അപ്പൊ അയൽക്കാരുമായിട്ടുള്ള സംഘർഷത്തെ നമ്മൾ സാമൂഹിക കാരണമായിട്ടുള്ള സമ്മർദ്ദത്തിന് ഉദാഹരണമായിട്ടാണ് പറയാറ്. എന്തല്ല? പാരിസ്ഥിതികം അല്ല കേട്ടോ, പാരിസ്ഥിതികം അല്ല. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ കീഴിൽ വന്ന ആൻസർ. ഓപ്ഷൻ ഡി ആയിരുന്നു. കുറച്ചു പേർക്ക് അത് ഒന്ന് തെറ്റിലേക്ക് കൊണ്ടുപോയ ഒരു ഉത്തരം കൂടി ആയിരുന്നു. ദെൻ അടുത്ത ചോദ്യം, വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും അരോചകവുമായ ഭയത്തെ അറിയപ്പെടുന്നത്? ഇപ്പൊ ഒരാളിൽ വ്യക്തമല്ല, അഥവാ എന്താണ് അതിന് കാരണമെന്ന് അറിയില്ല, അയാളിൽ എന്തോ ഒരു ഭയം കിടപ്പുണ്ട്. അപ്പോൾ അയാൾക്ക് കാരണം അറിയാത്ത എന്തോ ഒരു ഭയം കിടപ്പുണ്ട്. അപ്പൊ ഒരു കാരണം നമ്മുടെ മുന്നിൽ ഇല്ലാതെ ഒരു കാര്യത്തെ ഭയപ്പെടുന്നതിന് നമ്മൾ ഉത്കണ്ഠ എന്നാ പറയാം. അപ്പൊ ഉത്കണ്ഠയുടെ വിവിധ നിർവചനങ്ങൾ നമ്മൾ പല ചോദ്യങ്ങളിലായിട്ട് കണ്ടു. അപ്പൊ വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും അരോചകവുമായിട്ടുള്ള ഭയത്തെ നമ്മൾ ഉത്കണ്ഠ എന്ന് പറയുന്നു. കണ്ടോ, ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോ വ്യക്തമല്ല, അപ്പൊ കാരണം അറിയില്ല എന്നാണ്. അപ്പൊ കാരണം നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനെ ഭയം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് അറിയാത്തത്, എല്ലാത്തിനോടും നമുക്ക് ആ ഒരു ആശങ്ക ഉണ്ടാകും, ഏത് കാര്യത്തോടും നമുക്ക് ആശങ്ക ഉണ്ടാകും, അതിനെ നമ്മൾ പറയുന്നത് ഉത്കണ്ഠ എന്നാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഉത്കണ്ഠയുള്ള ഒരാൾക്ക് പ്രത്യേകിച്ച് ഇന്ന കാര്യത്തോട് ഭയമൊന്നുമില്ല. അയാൾക്ക് എന്ത് ചെയ്യാനും ഞാൻ അങ്ങനെ ചെയ്താൽ എന്താകും, പ്രശ്നമാകും എന്നൊരു പേടി അയാളുടെ മനസ്സിലുണ്ടാകും. ക്ലിയർ? ഇതിനടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണം. നമ്മൾ ആന്തരിക അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ അത് ചെയ്യുന്നതിൽ നമുക്ക് സംതൃപ്തിയുണ്ട്, അതുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നു. അതിനാണ് ആന്തരിക അഭിപ്രേരണ എന്ന് പറയുന്നത്. ആന്തരിക അഭിപ്രേരണയുടെ ഉദാഹരണം ഏത്? അധ്യാപകരുടെ നിർബന്ധപ്രകാരം പഠിക്കുന്നു എന്നുള്ളത് ബാഹ്യ അഭിപ്രേരണയാണോ? അപ്പൊ അതല്ല. മാതാപിതാക്കൾ വാങ്ങിത്തരുന്ന സമ്മാനം പ്രതീക്ഷിച്ച് പഠിക്കുമ്പോഴും ബാഹ്യ അഭിപ്രേരണയാണ്. സമ്മാനം, പാരിതോഷികം, പ്രശംസ, സ്ഥാനക്കയറ്റം, ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ടുള്ളതാണെങ്കിൽ ബാഹ്യമാണ് അല്ലെ. നല്ല മാർക്ക് നേടണമെന്ന് സ്വയം പ്രേരണ തോന്നി പഠിക്കുന്നു. അപ്പൊ ഇയാൾക്ക് ഇവിടെ എന്താണ്? സ്വയം പ്രേരണ തോന്നുന്നു അല്ലെ. ഇവിടെ സ്വയം പ്രേരണ തോന്നിയത് കൊണ്ട് അത് ആന്തരിക അഭിപ്രേരണയാണ് കേട്ടോ. അപ്പൊ അയാൾക്ക് ആരും അയാളെ പ്രേരിപ്പിക്കുന്നല്ല, എനിക്ക് നന്നായിട്ട് പഠിക്കണം. സത്യത്തിൽ ഇവിടെ നല്ല മാർക്ക് നേടണം എന്നൊരു ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ആന്തരികം എന്ന് പറയാനൊന്നും പറ്റില്ല. പക്ഷെ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ഇതാണ് കേട്ടോ. സ്വയം പ്രേരണ തോന്നുമ്പോൾ
ആന്തരിക അഭിപ്രേരണ. ദെൻ വിദ്യാലയത്തിൽ നിന്നും ലഭിക്കുന്ന അംഗീകാരത്തിന് വേണ്ടി പഠിക്കുക ബാഹ്യമാണ്. അല്ലെ, ഇവിടെ നമ്മൾ ചിലപ്പോൾ വായിച്ചു നോക്കിയാൽ നല്ല മാർക്ക് നേടാൻ വേണ്ടി പഠിക്കുന്നു എന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഓപ്ഷൻ സി ഉത്തരമായിട്ട് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. ഇവിടെ സ്വയം പ്രേരണ എന്ന് എടുത്തു പറഞ്ഞത് കൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? ആന്തരിക അഭിപ്രേരണ കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പൊ അവിടെ സ്വയം പ്രേരണ എന്ന വേർഡ് വന്നത് കൊണ്ടാണ് അത് ആൻസർ ആയിട്ട് വന്നത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലിയർ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ? ഇതിനടുത്തത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ 30/2023 നടന്നിട്ടുള്ള 5 ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മനോവിശ്ലേഷണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? കേട്ട് നമുക്ക് തഴമ്പിച്ചിട്ടുണ്ട് അല്ലെ. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് മനോവിശ്ലേഷണ സിദ്ധാന്തം ആവിഷ്കരിച്ചിട്ടുള്ളത്. ദെൻ താഴെ പറയുന്നതിൽ ദൃശ്യ സ്ഥലകാല ബുദ്ധി അഥവാ വിഷ്വോ സ്പേഷ്യൽ ഇന്റലിജൻസ് കൂടുതലുള്ളത് ആർക്കാണ്? അപ്പോൾ ദൃശ്യ സ്ഥലപര ബുദ്ധി ശില്പികൾക്കാണ് കൂടുതലുള്ളത്. നമ്മൾ പറഞ്ഞു ഈ വിഷ്വോ സ്പേഷ്യൽ അഥവാ ദൃശ്യ സ്ഥലപര ബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു വസ്തു എവിടെ വെക്കണം, എവിടെ കൃത്യമായിട്ടും അറേഞ്ച് ചെയ്യണം എന്ന് തിരിച്ചറിയാനുള്ള കഴിവാണ്. അപ്പൊ ഒരു ശില്പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ശില്പം നിർമ്മിക്കുമ്പോൾ തല എവിടെയാണ് വരേണ്ടത്, തലയിൽ തന്നെ കണ്ണ് എവിടെ വെക്കണം, കാല് എവിടെ വെക്കണം, ചെവി എവിടെ വെക്കണം, മൂക്ക് എവിടെ വെക്കണം, നാക്ക് എവിടെ വെക്കണം, കൈ എവിടെ വെക്കണം, ഇങ്ങനെ ഓരോന്നും കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. ചിത്രകാരന്മാർക്കും വേണ്ടത് ഈ സെയിം ടൈപ്പ് ബുദ്ധി തന്നെയാണ്. അപ്പോൾ ശില്പികൾക്കും ചിത്രകാരന്മാർക്കും നാവികർക്കും അതുപോലെ ആർക്കിടെക്റ്റിനും എഞ്ചിനീയേഴ്സിനും ഒക്കെ വേണ്ടത് ഈ ദൃശ്യ സ്ഥലകാല ബുദ്ധി തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ. ദെൻ ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണം? ഭൂകമ്പം, മലിനീകരണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ അവിടെ പാരിസ്ഥിതികം എന്ന് നമുക്ക് കൊടുക്കാം. അപ്പൊ കഴിഞ്ഞ ഒരു ചോദ്യത്തില് എന്തുകൊണ്ട് പാരിസ്ഥിതികം എന്ന് ഉത്തരം വന്നില്ല എന്നിപ്പോ കിട്ടിയോ? പാരിസ്ഥിതികം എന്ന് പറയുമ്പോൾ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. അയൽവാസി പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല, സമൂഹത്തിൽ ഒരു അംഗമായിരുന്നു. അതുകൊണ്ടാണ് അവിടെ സാമൂഹികം എന്ന ഉത്തരം കൊടുത്തത്. ചില ആളുകൾക്ക് അവിടെ കൺഫ്യൂഷൻ വന്നു, പാരിസ്ഥിതികം കൊടുത്തൂടെ, പരിസ്ഥിതിയിൽ അല്ലെ അയൽവാസി ഉള്ളത്. അങ്ങനെയല്ല, പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് നമ്മൾ പാരിസ്ഥിതികം എന്ന് പറയാറ്. സോ ഓപ്ഷൻ സി ആണ്. ക്ലിയർ? ഇതിനടുത്ത ചോദ്യം, ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഡാഷ് ഉണ്ടാകുന്നു. അപ്പൊ നമ്മളൊരു കാര്യം ആഗ്രഹിച്ച കാര്യം കിട്ടാതെ വരുമ്പോൾ നമുക്ക് ഇച്ഛാഭംഗം അല്ലെങ്കിൽ മോഹഭംഗം എന്ന് പറയുന്നു. അപ്പൊ ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടാതെ വരുന്ന സമയത്ത് ഇച്ഛാഭംഗം അല്ലെങ്കിൽ മോഹഭംഗമാണ് ഉണ്ടാകുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. നമുക്ക് ഒരു ആഗ്രഹമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, ആഗ്രഹിച്ച കാര്യം അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യം വെച്ച കാര്യം നേടിയെടുക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് ഉണ്ടാകുന്നത് മോഹഭംഗം അല്ലെങ്കിൽ ഇച്ഛാഭംഗമാണ്. അടുത്ത ചോദ്യം, ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടി അല്ലാതെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാം ഏത് തരം അഭിപ്രേരണയുടെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും? ഇപ്പൊ ഒരാള് ചെയ്യുന്നത് പുറമേ നിന്നൊന്നും കിട്ടാനല്ല, മറിച്ച് അയാൾക്ക് താല്പര്യം തോന്നി അയാൾ ചെയ്തു, അതിനെ നമ്മൾ എന്ത് പറയും? അപ്പൊ നിങ്ങൾ കണ്ടോ, ഇതൊക്കെ റിപ്പീറ്റഡ് ചോദ്യമാണ്, പല തരത്തിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. ആന്തരിക അഭിപ്രേരണയാണ് അല്ലെ, മറ്റൊരാൾ പ്രേരിപ്പിക്കാതെ സ്വയം താല്പര്യം തോന്നിയ ഒരാൾ പ്രവർത്തിക്കുന്നതിനെ നമ്മൾ പറയുന്നത് ആന്തരിക അഭിപ്രേരണ. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലിയർ? ഓക്കെ അല്ലേ? എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഡിയേഴ്സ്, പ്രിസൺ ഓഫീസറിൽ ഇതുവരെ നടന്നിട്ടുള്ള ഒട്ടുമിക്ക പരീക്ഷകളുടെയും ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മുടെ സിലബസ് കൃത്യമായിട്ടും പഠിക്കുന്ന ഒരാൾക്ക് ഈ 5 മാർക്കും കയ്യിലിരിക്കും. ഔട്ട് ഓഫ് സിലബസിൽ നിന്ന് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. അതുപോലെ ഒരുപാട് കടുകട്ടിയുള്ള ചോദ്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. 1-2 ചോദ്യങ്ങൾ മാത്രമാണ് നമുക്കിവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 1-2 ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു. സോ കൃത്യമായിട്ടും മനസാന്നിധ്യത്തോടു കൂടി പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.